ഹലോ, വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 11-11:30 ആകുമ്പോഴത്തേക്ക് ശവമാവും. ഇപ്പം നേരത്തെ കിടന്നുറങ്ങും കേട്ടോ. തലേ ദിവസം എൻ്റെ റൂം ക്ലീനിങ് ഒക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ കിടന്നുറങ്ങിയപ്പോൾ അതും കൂടെ കാരണം നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ കിട്ടിയത് അമ്മയുടെ നൈറ്റി ആയിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ഭ്രാന്ന് കിടക്കുന്ന ഡ്രസ്സ് എടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ അമ്മയുടെ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് തലേന്ന് കിടന്നേ. പിന്നെ അന്ന് മാറ്റാനൊന്നും നിന്നില്ല. രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ വൻ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മ കട്ടൻ ചായയൊക്കെ ഇട്ട് വച്ചിരുന്നു. ബീങ് അറ്റ് ഹോം നമുക്ക് ലക്ഷറി സാധനങ്ങളാണ് ഇതൊക്കെ. എണീറ്റ് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം കയ്യിൽ കിട്ടും. അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, എല്ലാം അമ്മ ചെയ്യും. അമ്മ എല്ലാം കുക്ക് ചെയ്ത് തരും. എനിക്കവിടെ ക്ലീനിങ് പരിപാടി, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലീനിങ് പരിപാടികൾ മാത്രമേ എനിക്കുള്ളൂ. കുക്കിംഗ് ഒക്കെ അമ്മയാണ്. അമ്മ കുക്ക് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് തരും. പാത്രം വരെ അമ്മ കഴുകി വെച്ച് തരും. അത്രയും ലക്ഷറി ലൈഫാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. പണ്ടും ഇതേ കണക്കായിരുന്നു. ഞാനൊന്നും കുക്ക് ചെയ്യത്തില്ലായിരുന്നു. അമ്മ കുക്ക് ചെയ്ത് വെച്ചാൽ ഞാനെടുത്ത് കഴിക്കും. അങ്ങനെയായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അമ്മ കുക്ക് ചെയ്ത് വെച്ച് കൈ കൊണ്ട് വരുമ്പോൾ ഞാൻ കഴിക്കും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലേ. അങ്ങനെ വലിയ കാര്യമായിട്ട് നേരം വെളുത്തെണീറ്റ് പറഞ്ഞ് ഞാനും അമ്മയുമായിട്ടുള്ള ചർച്ചയാണ് നിങ്ങൾ കാണുന്നത്. വീട്ടിൽ കുറച്ച് പണികളൊക്കെ കിച്ചണിലൊക്കെ നടന്നു കഴിഞ്ഞതുകൊണ്ടും വീട് മൊത്തത്തിൽ എടുത്ത് മറിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് യാതൊരുവിധ പിടിയുമില്ല. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ എന്തോ ഒരു കാര്യത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അപ്പവും കറിയും ഞാൻ ഇന്ന് ഉണ്ടാക്കാം എന്നും പറഞ്ഞ് കയറിയതാണ്. ഞാനല്ലാണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കുക്ക് ചെയ്യാറൊന്നുമില്ല. എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അമ്മയുടെ കൂടെ കിച്ചണിൽ നിന്നോണ പറയാനായിട്ട് വേണ്ടി മാത്രം ചിലപ്പോൾ ദോശയൊക്കെ ചുടാൻ നിൽക്കും. അത് വെറുതെ പോകുന്നതാണ് കേട്ടോ. അമ്മയോട് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ കറി വയ്ക്കാമെന്ന് പറഞ്ഞു. ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഈസി പണി, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കറികളാണ്. വേറൊന്നുമില്ല. ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും മസാലയും ഉപ്പും അതിനകത്ത് തന്നെ ഇട്ട് 3-4 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് കടുക് വറുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തതിനെ നമ്മുടെ കടുക് വറുത്തതിലോട്ടിട്ട് ജസ്റ്റ് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് കറി റെഡിയാവും. അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതിനിടയ്ക്ക് പപ്പ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പപ്പ ചോദിക്കുന്നതിനൊക്കെ നമ്മൾ കിച്ചണിൽ നിന്ന് മറുപടി പറയുന്നതാണ് ഈ കാണുന്നത്. ഭയങ്കര റോ ഫീലുണ്ട് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക്. നല്ല രസമുണ്ട്. ഞാനങ്ങനെ വീട്ടിൽ കിച്ചണിലൊന്നും അങ്ങനെ വീഡിയോ എടുത്ത് കണ്ടിട്ടില്ലല്ലോ. കണ്ടോളൂ. ഇപ്പോഴാണ് കിച്ചൺ ക്ലീൻ ആക്കിയത്. എപ്പോഴും ഇങ്ങനെയല്ല വീട് കിടന്നത്. വീടിൻ്റെ ടൈൽസൊക്കെ ഫുള്ള് പൊട്ടിച്ച് നമ്മൾ ഇടയ്ക്ക് പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്ക് ആ പെയിൻറ്റ് ചെയ്തവർ അടിച്ച് പൊട്ടിച്ച് ടൈലൊക്കെ ഫുൾ സീനാക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കിച്ചൺ റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേക്ക് വീഡിയോ ഫുൾ കാണിച്ചു തരാം കേട്ടോ കിച്ചൻ്റെ. അപ്പോഴായിരിക്കും കിച്ചൺ ഫുൾ സെറ്റാവുന്നത്. അപ്പോൾ അമ്മ പപ്പയുടെ അടുത്ത് പറഞ്ഞു കറിവേപ്പില വേണമെന്ന്. അങ്ങനെ ഞാൻ പപ്പയുടെ നിന്ന് കറിവേപ്പില മേടിക്കാൻ പോയതാണ് കേട്ടോ. പപ്പ അറിഞ്ഞില്ല വീഡിയോ എടുക്കുന്നത്. അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഈവനിങ് ഒരു പഴംപൊരിയും നല്ല കോൾഡ് കോഫിയും കുടിച്ചു. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കാണ് ഈ തണുത്ത ഐറ്റംസ് കുടിക്കാനുള്ളൊരു ആക്രാന്തം എനിക്ക് കൂടുന്നത്. അതിനിടയ്ക്ക് അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കലയമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കൊണ്ടാക്കാനായിട്ട് അമ്മ പോയതാണ്. അമ്മുവിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും പപ്പ വീട്ടിലേക്ക് വന്നു. പപ്പ അപ്പോൾ എന്നെ വഴക്ക് പറയുന്നതാണ് കേട്ടോ കാണുന്നത്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നതിനും ഒക്കെ ആൾ വരും, ആംബുലൻസ് വരും, നീ ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുളിച്ചു, ഫുഡ് കഴിച്ചു. അത്രയേ ഉള്ളൂ വീഡിയോ.